ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ആഫ്റ്റർനൂൺ ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. ഇത് 12:30 ആയപ്പം നമ്മുടെ തോമുകുട്ടൻ വന്നതാണ് കേട്ടോ. തോമുകുട്ടനെ വെയിറ്റ് ചെയ്ത് ചാക്കോച്ചനവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആകെ നോക്കിയത് യൂണിഫോം ഉണ്ടോയെന്നാണ്. കാരണം ആ ബക്കിൾ ഊരാനും അതൊക്കെ മാറ്റാനും അവനറിയുമോ എന്താവും, എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ തോമു വളരെ സക്സസ്ഫുള്ളി തിരിച്ചു വന്നു. അപ്പോൾ ലഞ്ച് ബാഗ് ഇട്ട് ആട്ടി 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 വരുന്നുണ്ട് കേട്ടോ. അവന് ബെൽറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് യൂണിഫോം കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ 2-3 പേര് ഇന്നലെ ഒരാൾ നല്ല കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, മോനെ സ്കൂൾ ബസ്സിൽ എന്തേ വിടാത്തതെന്ന്. നമ്മുടെ വീട് നെക്സ്റ്റ് ഒരു 200 മീറ്റർ മാക്സിമം കാണും സ്കൂളിലേക്ക്. അപ്പം അത് നമുക്കതൊരു ആവശ്യമേ അല്ല. ആരും ഇല്ലെങ്കിൽ തന്നെ ഞാൻ നടന്നു പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. അപ്പം ചാക്കോച്ചൻ തോമുവിൻ്റെ വാച്ച് കയ്യിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് എൻ്റെ വാച്ച് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോട്ടെ കുഞ്ഞല്ലേ, അവൻ ഇട്ടോട്ടെ, അവന് വേറെ വാച്ച് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ബാഗിലൊരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളകി അവൻ്റെ ടാഗിലൊട്ടിയത് അവൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ അതേ കയ്യിലൊരു ഹാർട്ടൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിക്കും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്നാട്ടോ പറയാം. വരുമ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ സത്യസന്ധമായിട്ട് കഴിച്ചു എന്ന് പറയുള്ളൂ, ചില ദിവസം പറയില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സ്നാക്സ് ബോക്സ് തുറന്നപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പഴം ഇഷ്ടത്തോടെ കഴിച്ചു കണ്ടോ. പറഞ്ഞു എനിക്ക് ബനാന ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡേ 1 വളരെ സക്സസ്ഫുള്ളി കഴിഞ്ഞു. അപ്പോൾ ഡോൺചേട്ടൻ 12:00 വന്നു. അപ്പോൾ ഭക്ഷണം ഓൾറെഡി ഉണ്ട്, നമ്മൾ രാവിലെ വെച്ചല്ലോ. ഞാൻ ഡോൺചേട്ടനോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോ, ഇനി അതിനായിട്ട് വരാനും പറ്റില്ല, ഇനി ഡോൺചേട്ടൻ തിരിച്ച് രാത്രിയേ വരുവുള്ളല്ലോ. അപ്പോൾ ഞാൻ വന്നോണ്ടേ സ്നാക്സ് ബോക്സ് അതെല്ലാം കഴുകും. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് വന്നോണ്ടേ കുപ്പിയും പാട്ടയൊക്കെ കഴുകി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഡോൺചേട്ടൻ നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റ്, നമ്മുടെ അസീന ആൻറ്റിയുടെ ബീട്രൂട്ട് സ്വീറ്റ് കഴിക്കുകയാണ്. ഫ്രിഡ്ജിലൂടെ വെച്ച് എടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടോ. അപ്പം ആകെയുള്ളൊരു മൈനസ് ഞാൻ പറഞ്ഞില്ല, ഏലക്ക കടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അല്ലാണ്ട് പെർഫെക്റ്റ് തിങ്ങാണ്. ഞാനും ഡോൺചാട്ടിനും മാത്രമേ കഴിക്കണുള്ളൂ, വേറെ ആരും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനും ചോറെടുത്തു, ചോറും മീൻ വറുത്തതും ഒരു പീസ് ഗ്രീൻ ചിക്കൻ്റെ എടുത്തു. അങ്ങനെ 1 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ 2 പേരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കിച്ചനും ക്ലീൻ ചെയ്ത് അവൻ്റെ കുപ്പി അടക്കം കഴുകി വെച്ചിട്ട് ഞാൻ ചാക്കോച്ചനെ കൊണ്ട് മോളിൽ പോകാണ് കേട്ടോ. തോമു ഓൾറെഡി മോളിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് 8 മണി നേരത്തെ അല്ല എനിക്കറിയാം, പക്ഷേ അവന് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ വന്നോണ്ട് ഞാൻ ടയേർഡാണ് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ചാക്കോച്ചൻ്റെ അപ്പാപ്പനാണ് കേട്ടോ. അങ്ങനെ തോമുൻ്റെ ബാഗ് തുറന്നിട്ട് ഞാൻ സ്ലേറ്റ് അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ സ്ലേറ്റ് ഡെയിലി ക്ലീൻ ചെയ്ത് വിടണം എന്ന് നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് വൈപ്സ് വെച്ച് തുടയ്ക്കാമെന്ന് വെച്ചു. പക്ഷേ വൈപ്സ് വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് ഫൗളായി, അതിൽ നൂല് പൊന്തി വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് തോമുൻ്റെ ബുക്സ്. അപ്പോൾ ഇത് റീഡർ മാത്രം ഡെയിലി കൊണ്ടുപോകണം, ബാക്കിയൊക്കെ അവരവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തോമുൻ്റെ യൂണിഫോം വാഷ് ചെയ്തിടണം. മഴയൊക്കെയാണല്ലോ, ഉണങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ നമ്മൾ 3 സെറ്റ് എടുത്തിട്ടുണ്ട്, എന്നാലും അത് വാഷ് ചെയ്തിടണമല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് വാഷ് ചെയ്യാനിട്ടു, അല്ലെങ്കിൽ അത് പിന്നെയും രാത്രി തന്നെ വെക്കുമ്പോൾ പിന്നെ മടിയാണ്. അപ്പോൾ വേഗം ഞാൻ കഴുകിയിടാണ്. ചാക്കോനെ ഞാൻ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിനൊക്കെ തിരിഞ്ഞത്. കാരണം ചാക്കോനെ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ റൂമിലിട്ടിട്ട് വരാൻ പറ്റില്ല. തോമു കിടക്കുകയാണല്ലോ, തോമു കളിക്കുകയാണെങ്കിൽ ഒക്കെ അവൻ ടേക്ക് കെയർ ചെയ്തോളൂ. അപ്പോൾ തോമു ക്ഷീണിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ രാവിലെ അലക്കിയിട്ട ഡ്രസ്സിൻ്റെ കൂടെ അതും വിരിച്ചിട്ടു. പിന്നെ എല്ലാം കഴിഞ്ഞ് പിള്ളേർ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി. ഞാൻ ബെഡ്ഷീറ്റ് അവരുള്ളപ്പോൾ മാറാറില്ല, പക്ഷേ തോമു ഒതുങ്ങിയിരിക്കും, ചാക്കോച്ചൻ അങ്ങനെ ഒതുങ്ങിയിരിക്കില്ല. ചാക്കോച്ചൻ അത് സെറ്റാക്കി. പിന്നെ ഈ ബാത്റൂം ഒന്ന് വാഷ് ചെയ്ത്, എനിക്ക് പറഞ്ഞ 2 ബാത്റൂം വാഷ് ചെയ്യുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ്, പക്ഷേ ഡീപ്പ് ക്ലീനിങ് ഞാൻ വീക്ക്ലി വൺസ് മസ്റ്റായിട്ട് ചെയ്യും. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. ടൈൽസ് കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീക്ക്ലി വൺസ് ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴാണ് ഡാഡി പുതിയ കുറച്ച് ലോക്ക് ബാംഗിൾസ്, പുതിയ പാറ്റേൺസ് വന്നിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ളത്, ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന ബാംഗിൾസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബിസിനസ് കൂട്ടി കളർത്താന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഉള്ളൊരു വീഡിയോ ആണ് ഇത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം, മിസ്സാക്കരുത്, എനിക്ക് ഇഷ്ടമാവും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഞാൻ സ്റ്റാറ്റസ് ഇട്ട വഴിക്ക് എനിക്ക് 2-3 മാല ഓൾറെഡി പോയി, ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. ഈ ആദ്യം കാണിച്ചത് അധികം സ്റ്റോക്ക് വന്നിട്ടില്ല. അപ്പോൾ
എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുകയാണ്, സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാനായിട്ട്. നിങ്ങളെൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് എനിക്ക് ഹായ് എന്നൊരു മെസ്സേജ് അയച്ചാൽ ഞാനും സേവ് ചെയ്തിടുമ്പം ഞാൻ ഡെയിലി ഇടുന്ന സ്റ്റാറ്റസൊക്കെ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ വാങ്ങിക്കാമല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണം വരാൻ പോവാണ്. ഓണം കളക്ഷൻസ് എന്തെങ്കിലും പുറത്തുള്ളവർക്ക് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളതെടുത്ത് പ്ലേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. കല്യാണങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അത് മിസ്സാക്കണ്ട, വേഗം കഴിക്കോട്ടെ. അങ്ങനെ ഞാൻ രാത്രി അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഡിമ്പിൾ ഓൾറെഡി രാത്രിത്തെ കറിയും നാളെ ഉച്ചയ്ക്കത്തേനൊരു ഇരുമ്പുള്ളിയുടെ മുട്ടക്കറി വെക്കാനായിട്ട് അതും വെച്ചു. ഞാനിത് നാളെ രാവിലെ നൂലപ്പവും കറിയാണ് പ്ലാൻ ചെയ്തത്. മുട്ടക്കറിയാണ് നമ്മൾ നൂലപ്പത്തിന് വെക്കാറ്. അപ്പോൾ ഉച്ചയ്ക്ക് മുട്ടക്കറി ആയതുകൊണ്ട് നമ്മളത് മാറ്റി ഞാൻ വെറും സബോളക്കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. വേഗം പരിപാടി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ ചെയ്തു വെച്ചാൽ എനിക്ക് രാവിലെ ഒന്നും കൂടെ കാര്യങ്ങൾ ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വരും, അങ്ങനെയൊക്കെയാണ്. ഡോൺ ചേട്ടൻ ഓൾറെഡി ഇന്ന് നേരത്തെ വന്നു, 7 മണി ആയപ്പോഴേ വന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ്റെ അപ്പുറത്ത് പിള്ളേർ, ഡോൺ ചേട്ടന് എന്തോ പനി വരുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്നു, വയ്യായിരുന്നു. അങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡോൺ ചേട്ടനും ചായയൊക്കെ കുടിച്ച് നൂഡിൽസൊക്കെ കഴിച്ച് നമ്മൾ റിലയൻസിൽ നിന്ന് പുതിയൊരു ഫ്ലേവേഡ് കൊറിയൻ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ് കാര്യങ്ങൾ നോക്കും. ഞാനിപ്പം ആക്റ്റീവായിട്ട് ബിസിനസ്സിലും നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നത് കാര്യങ്ങൾ ഇപ്പോഴേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണില്ല. സോ ഞാൻ വേറെ പല കാര്യങ്ങൾക്കും പ്രിഫറൻസ് കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ സെക്കൻഡറി ആയിട്ട് മാറ്റി വെച്ചു. അതൊന്നും അല്ല കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേ പേര് പറയണ്ടായിരുന്നു ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന്. ശരിയാണ്, ഞാൻ എൻ്റെ കാര്യമേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈവൻ സ്കിൻ കെയർ ഒക്കെ ഞാൻ വിട്ടു. എൻ്റെ ബോഡി പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒക്ടോബർ 30 വയസ്സാവും. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭക്ഷണം തിന്നിട്ടാണ് വണ്ണം വെക്കുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളൊരു പ്രോപ്പർ ഇപ്പോൾ ഫുഡ് ഇപ്പോൾ നമ്മൾ ടൈമിന് കഴിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മുടെ ബോഡിക്ക് ചേഞ്ച് വരുമല്ലോ. എനിക്കത് ഫീൽ ചെയ്തിട്ടൊരാളാണ്. അപ്പം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു 9 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. തോമ പോയി തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പോട്ട് ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലും കൂടെ പോയപ്പോൾ എനിക്കത് കൃത്യമായി. ഇപ്പോൾ ഞാൻ ഇന്നലെ 12:30 ആയപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫുഡിന് ആദ്യം ഒരു റൊട്ടീൻ വരുത്താമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരത്തെ എഴുന്നേൽക്കുന്നത് അപ്പോൾ എനിക്ക് നേരത്തെ ഉറങ്ങാനുള്ള ഒരു ഇതും കൂടെ ഞാൻ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിങ് പോലും ഉച്ചയ്ക്ക്, അതായത് വോയിസ് ഓവറും അപ്ലോഡിങ് ഞാൻ ഉച്ചയ്ക്കത്തേക്കിനാക്കിയത്. എനിക്ക് കൂടുതലും ടൈം പോണത് രാത്രി വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ വരുമ്പോഴായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റിയപ്പം വേറെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ അതേ ചാക്കോച്ചനും അപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർ 9 മണിയായിട്ടാണ് കഴിച്ചപ്പോൾ. എന്താ ചാക്കോ ടി വി പോയാ? ചാക്കോച്ചന് ടി വി ശരിയാക്കി കൊടുക്കട്ടെ. അപ്പോൾ അതേ രാവിലെ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ 6:30 കഴിഞ്ഞു. എനിക്ക് മുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്കും ഡാഡിക്കും ഡോൺചാനുള്ള കട്ടൻ കാപ്പി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളും ഇത് ഉച്ചക്കത്തേക്കുള്ള കടൽ ഉപ്പേരി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ കൈയോടെ അത് അപ്പുറത്തെ ഇതിൽ വെച്ചാൽ വേവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു. ആദ്യം നമ്മുടെ നൂലപ്പത്തിനുള്ളത് കുഴച്ച് വെച്ചിട്ട് കറി വെക്കാൻ നിന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് ആ തിളച്ച് ഇതിൽ കിടക്കുമ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, വേഗം പണി കഴിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു സുഖമുള്ള രാവിലെ അല്ലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണ്ടായിരുന്നില്ല. ഇന്നലെ 8 മണിയായപ്പോൾ എല്ലാം കഴിഞ്ഞെങ്കിൽ ഇന്ന് എനിക്ക് 8:15 8:10 ആവുന്ന വരെ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് നിൽക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാല് പിരിഞ്ഞു, അതായത് ചായക്ക് വെച്ചപ്പോൾ ചായ പിരിഞ്ഞു പോയി. അങ്ങനെ കുറേ സംഭവങ്ങൾ. മൈൻഡ് നമ്മുടെ ഓക്കെ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൊട്ടീനും ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷേ വേഗം തന്നെ നൂലപ്പം ഉണ്ടാക്കി തീർന്നു. എന്തായാലും ഇന്ന് കറക്റ്റ് നൂലപ്പമായിരുന്നു. എല്ലാവർക്കും കറക്റ്റായി, അവർക്കും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് പാച്ചുവിനും സെയിം ആയിരുന്നു നൂലപ്പം. തോമന് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് വൈറ്റ് നൂഡിൽസ് ആണെന്നാണ് പറയുന്നത്. പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു വിടും. അങ്ങനെയാണ്. ഇനിയിപ്പോൾ അവന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. അവന് ചില ഫ്രൂട്ട്സ് ഇപ്പോൾ ഗ്രേപ്സ് കഴിക്കും, പഴം കഴിക്കും, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പേരയ്ക്ക, അതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അത് അവന് ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്.
എനിവേ കമ്മിങ് ഡേയ്സിൽ നമുക്കത് പ്രാക്ടിക്കലൊക്കെ ഇപ്പോൾ ഇവൻ പോയി അവൻ ഏതായിട്ടാണ് സെറ്റ് ആവുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്കും കുറച്ച് ടൈം എടുക്കും. അവൻ സെറ്റ് ആവാൻ ടൈം എടുക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ആവാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് നിന്ന് അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓൾറെഡി 7:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ കുറച്ച് സമയം എടുക്കില്ല. 3 ട്രിപ്പ് ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവുള്ളൂ. ഞാൻ അധികം സൈസിൽ നൂലപ്പം ഉണ്ടാക്കില്ല, അപ്പം കഴിച്ച് മട്ടിക്കും. ചെറുതാണെങ്കിൽ എല്ലാവരും കുറേ അധികം എടുത്ത് 2 കഴിച്ചോളല്ലോ എന്ന് പറഞ്ഞ് കഴിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് മാക്സിമം ചെയ്യാറ് കേട്ടോ. എനിക്കിപ്പോൾ ഈ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നത് എൻ്റെ വീട്ടുകാരുണ്ട്, നിനക്കപ്പോൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അമ്മ വിചാരിച്ചില്ലെങ്കിലും അച്ഛൻ എന്തായാലും വിചാരിക്കും. കാരണം എൻ്റെ അപ്പനും നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസ് ചെയ്യുന്ന അച്ചായിരിക്കും. അപ്പോൾ എനിക്കത് പറ്റില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നൂലപ്പം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ. നമ്മൾ പറയത്തില്ലേ, കല്യാണത്തിന് ശേഷമാണ് പലതും ചെയ്തു തുടങ്ങിയത്. ചിലരൊക്കെ കമൻ്റ് ഇടുന്ന കാണുമ്പോൾ എനിക്ക് ശരി, പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞ്. ഇപ്പം ഈവൻ മാർക്കറ്റിൽ പോണത് അല്ലെങ്കിൽ നോൺ വെജ് കഴുകണത്, എൻ്റെ ലൈഫിൽ ഞാൻ നോൺ വെജ് കഴുകുക ഒന്നും ഞാൻ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ചിക്കനോ ബീഫോ എന്തെങ്കിലും വെക്കാൻ ഉദ്ദേശിച്ചാൽ പോലും അത് അമ്മേനെ കൊണ്ട് കഴുകിച്ചിട്ടാണ് ഞാനത് ബാക്കി ചെയ്യുക. അത് കഴുകി കഴിഞ്ഞാൽ ഞാൻ 100 കുറ്റം പറയും കേട്ടോ. ഇത്ര കഴുകിയുള്ളൂ, 2-3 പ്രാവശ്യം കൂടെ കഴുകുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിൽ അങ്ങനെ ഇരിക്കുന്നു, ഇതിങ്ങനെ ഇരിക്കുന്നു. അപ്പം അമ്മ പറയും, നീ ചെയ്ത് തുടങ്ങുമ്പോൾ നിനക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയാമെന്നുള്ളത്. എനിക്കത് അങ്ങനെയല്ല. അമ്മേനെ സംബന്ധിച്ച നമ്മൾ ഒരാൾ ചെയ്ത് തന്നതിൻ്റെ പുറത്ത് കുറ്റം പറയാൻ പോയാൽ നമുക്ക് ദേഷ്യം വരില്ലേ, അത്രേ അമ്മയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ വലിയ ചായക്കൊക്കെ വെള്ളം വെച്ചതാണ്. ചായയൊക്കെ തിളച്ച് പാലൊക്കെ ഒഴിച്ച് ശരിക്കും അതുവരെ കുഴപ്പമില്ലായിരുന്നു. തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് പിരിഞ്ഞു പോയി, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ തോമുകൂട്ടുള്ള ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നൂലപ്പം ഇത് ഫസ്റ്റ് ബാച്ചിലുണ്ടാക്കിയത് അവന് വെച്ചു. ഇനി ഡിമ്പിൾ എഴുന്നേറ്റ് വന്നിട്ട് പാച്ചുവിന് പാക്ക് ചെയ്തോളും. ഈവൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെങ്കിൽ ആയിക്കോളൂ കേട്ടോ. അവന് ശരിക്കും ഫസ്റ്റ് സ്കൂളിൽ 11:30 അവർക്ക് സ്നാക്ക് ബ്രേക്ക് വരുന്നത്. തോമുവിന് 10:30 ആകുമ്പോൾ ഇവിടെ സ്നാക്ക് ബ്രേക്ക് ആവും കേട്ടോ. അങ്ങനെ ചായ പിരിഞ്ഞത് ഐശ്വര്യമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ചാക്കോയ്ക്ക് നൂലപ്പം കൊടുത്തു കേട്ടോ. ചാക്കോ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചാക്കോയ്ക്കും ഈ പറഞ്ഞ പോലെ നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കോക്കിരി കാണിച്ചൊക്കെ ഇരിക്കുകയാണ്. അവനെ ഞാൻ എങ്ങനെയും പിടിച്ചിരുത്തണമല്ലോ. എനിക്കിപ്പോൾ ഇവനിരിക്കുമ്പോൾ എനിക്ക് തോമുനെ ഇരുത്തിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്താണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കും. പക്ഷേ ചാക്കോ തോമുനെ പോലെ അല്ല കേട്ടോ. തോമു എൻ്റെ പണി തീരണ വരെ ആ ഹൈ ചെയറിൽ ഇരിക്കുമായിരുന്നു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അവൻ എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. ഈ ഒരു ഏജിലൊക്കെ ഞാൻ പറയുന്നിടത്ത് ഇരിക്കും. എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പക്ഷേ ഇവൻ വേറൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതേ തോമുനെ വേഗം പോയി എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോമുനെ സംബന്ധിച്ച് തോമുന് ഷൂ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. സാൻഡൽസ് ഇടാൻ പറഞ്ഞാൽ സമ്മതിക്കേ ഇല്ല. ആ സമയത്ത് അവനിപ്പോൾ സാൻഡൽസ് ഒന്നും മിണ്ടാണ്ട് ഇടും. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് കുറേ കാര്യങ്ങൾ ടെൻഷനായിരുന്നു അവൻ്റെ കാര്യത്തിൽ. ആസ് എ മദർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അതൊക്കെ അവൻ മാറ്റി മറിച്ചു കേട്ടോ. അങ്ങനെ അത് 8:30 ആയപ്പോഴത്തേനും തോമു റെഡിയായി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല അവൻ ഇത്രയും പെട്ടെന്ന് അതുമായിട്ട് സിങ്ക് ആവും. കാരണം അവനെ സംബന്ധിച്ച് നേരത്തെ പോവുക, കുളിക്കുക. രാവിലെ അവന് സത്യം പറഞ്ഞാൽ കുളിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് നിർബന്ധമാണ് രാവിലെ കുളിച്ചിട്ട് പോകണം. പിന്നെ അധികം വാശി പിടിക്കുന്ന ദിവസങ്ങളൊക്കെയാണ് ഫസ്റ്റ് സ്കൂളിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വിടുക കേട്ടോ. കാരണം കുളിച്ചിട്ടേ അവനെ കിടത്തി ഉറക്കാറുള്ളൂ. കുളിക്കാണ്ട് കിടത്തി ഉറക്കാറില്ല. അപ്പോൾ എന്തായാലും ഉറങ്ങാമല്ലോ. ഇപ്പം ഒന്ന് ഫ്രഷ് ആക്കി ബ്രഷ് ചെയ്ത് വിടുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഞാൻ സ്കൂളിൽ വിചാരിച്ചിട്ടുണ്ട് ഡെയിലി കുളിച്ച് പോയാൽ അവനത് യൂസ്ഡ് ആവും. അപ്പം പിന്നെ രാവിലെ അവന് ഈ പറഞ്ഞ പോലെ പച്ചവെള്ളവും പറ്റില്ല, ചൂടുവെള്ളവും പറ്റില്ല. എൻ്റെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന വെള്ളം അവന് വേണം. അങ്ങനെ അത് ടാഗൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകണ്ടെന്നൊക്കെ ഡോൺ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതൊരു തരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണല്ലേ. അവർ കരഞ്ഞ് കൂവിയാൽ പോകുന്നെങ്കിൽ ശരിക്കും നമുക്ക് ടെൻഷനാണ്. അവർ സ്കൂളിൽ പോയിട്ട് എന്താക്കും. തോമുവിനെ സംബന്ധിച്ച് തോമുവിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് കുറേ കരഞ്ഞാൽ അവൻ ഛർദ്ദിക്കും. അങ്ങനെ ഒരു പ്രശ്നം അവനുണ്ട്. പിന്നെയും അത് മാറിയത് ഫസ്റ്റ് സ്കൂളിൽ പോയതിന് ശേഷം ഭയങ്കര ഒരു ചേഞ്ചാണ് അവനിലുണ്ടായത്. അങ്ങനെ വാശി പിടിച്ച് കരയില്ല കുറേ. പിന്നെ പ്രായത്തിൻ്റെ പക്വത അവനുണ്ട് കേട്ടോ. ഇപ്പം പല പിള്ളേരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സിബ്ലിങ്സ് തമ്മിൽ അടി കൂടുന്നതൊക്കെ. പക്ഷെ അവൻ ഭയങ്കര കോപ്പറേറ്റീവാണ്. ചാക്കോ നല്ല രീതിക്ക് അടിക്കും കേട്ടോ. അവന് സഹികെട്ട് വേദന എടുത്ത് തുടങ്ങിയാലേ അവൻ തിരിച്ചറിഞ്ഞ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പാച്ചക്കുട്ടനും പോയി. അപ്പം ഞാൻ വേഗം അടുക്കള ഒതുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു
മോർണിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് വേഗം കഴിയണം. അപ്പോൾ ഞാൻ ഡിമ്പിളോട് വന്ന് വേഗം ഭക്ഷണം കഴിച്ചാൽ എനിക്കതും കഴുകി വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിരികേറ്റി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഡിമ്പിൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഡിമ്പിൾ ഓൾറെഡി ഇന്നലെ ഞാൻ ഉണ്ടാക്കിയോളാം ഇവൻ രാവിലെ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാവിലെ പെട്ടെന്ന് അവർക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അവർ 3 പേരും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഇല്ല ഞാൻ സബോളയും ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ട് പോകും. അപ്പോൾ അതായത് നമ്മുടെ കടലുപ്പേരി കാച്ചണം, പിന്നെ മുട്ടക്കറിയിലേക്കുള്ള മുട്ട നമ്മൾ രാവിലെയാണ് പൊരിച്ചിട്ടിടുന്നത്. അങ്ങനെ അതിടണം. അങ്ങനെ രാവിലെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പല കാര്യങ്ങളും പറയും കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇതെന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഗം അത് അവസാനിപ്പിച്ച് വന്നപ്പോഴത്തേക്കിനും അവരും റെഡി ആയിട്ട് പോയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ പിള്ളേരും ഞാൻ വന്നോ. സേ ഹായ് ടു എവരിവൺ. ഹായ് പറ, ഹായ് പറ, ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ. ഇങ്ങനെ കൈ കാണിച്ചാൽ കാണില്ല, വോയിസ് ഓവറാണത്. ബായ് പറ. ഷിയോ ഒരു ഉമ്മ കൊടുക്കോ? ഉമ്മ പറഞ്ഞേ. വാ ഇതാരാ? മാമു കണ്ട കുട്ടി, അത് മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും വീഡിയോയിൽ കണ്ടില്ല. അപ്പോൾ അതേ 11 മണിയാവാനാണ് പോണത്. ഇനി എനിക്ക് വോയിസ് ഓവർ കൊടുക്കണം. അങ്ങനെ കുറേ പരിപാടികൾ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. അപ്പോൾ ബിസിനസ് നമ്പർ സേവ് ചെയ്യാൻ മറക്കണ്ട. സേവ് ചെയ്തിട്ട് ഒരു ഹായ് അയച്ചാൽ ഞാനും നമ്പർ സേവ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റാറ്റസും കാര്യങ്ങളും കാണട്ടെ. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.